ദൈവനാമത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ യോശിയാവിനെ പറ്റി നമ്മൾ പഠിച്ചപ്പോൾ ചിന്തിച്ചത്, ഏത് സാഹചര്യത്തിലും ഏത് ബാക്ക്ഗ്രൗണ്ടിലും നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനും സേവിപ്പാനും മാത്രമല്ല അവനിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനും കഴിയും എന്നാണ്. ഇന്ന് നമുക്ക് മുൻപോട്ട് ചിന്തിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. 2 രാജാക്കന്മാർ 22-ാം അധ്യായം 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൻ യഹോവയ്ക്ക് പ്രസാദമായതുള്ളത് ചെയ്തു, തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴിയിൽ നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴിയിൽ നടന്ന ഒരു യോശിയാവിനെ പറ്റിയാണ്. ആമോൻ, മനേഷ ഇവർ തൻ്റെ ഇമ്മീഡിയറ്റ് പിതാക്കന്മാരായിരുന്നു. എങ്കിലും യോശിയാവിനെ പറ്റി പറയുന്നത് തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴി തിരഞ്ഞെടുത്തു. ദാവീദായിരുന്നു തൻ്റെ റോൾ മോഡൽ. അതുകൊണ്ടാണ് ദൈവവചനം അങ്ങനെ പറയുന്നത്. ദാവീദിനെ പറ്റി ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയത് നമുക്കറിയാം, അല്ലേ? എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ എനിക്ക് ബോധിച്ച പുരുഷൻ. ദാവീദിൻ്റെ ജീവിതത്തിലും പാപം കടന്നു വന്നു. എങ്കിലും ദാവീദിനത് ബോധ്യം വന്നപ്പോൾ താൻ ദൈവസന്നിധിയിൽ കരയുകയും ഒരു അനുതാപം നമുക്കവിടെ കാണുവാൻ കഴിയും. അതാണ് ദാവീദിൻ്റെ ശ്രേഷ്ഠത. യോശിയാവ് ദാവീദിൻ്റെ വഴി തിരഞ്ഞെടുത്തു. അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞില്ല. എന്താണ് ദാവീദിൻ്റെ വഴി? യോശിയാവ് അത് ചൂസ് ചെയ്യുവാൻ എന്താണ് കാരണം? നമുക്കൊന്ന് നോക്കാം. 1, ഡിവോഷൻ ടു ഗാഡ്. ദൈവത്തോടുള്ള ഭയം അല്ലെങ്കിൽ ഭക്തി. ദാവീദ് രചിച്ചിട്ടുള്ള അനേക സങ്കീർത്തനങ്ങൾ നമ്മൾ വായിച്ചാൽ ദൈവവും ദാവീദും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ബന്ധം, ആ ക്ലോസ്നെസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. സങ്കീർത്തനം 23-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു. 27-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ദ ലോർഡ് ഈസ് മൈ ലൈറ്റ് ആൻഡ് മൈ സാൽവേഷൻ. എൻ്റെ ഇടയൻ, എൻ്റെ വെളിച്ചം, എൻ്റെ രക്ഷ. മാത്രമല്ല ദാവീദ് പറയുന്നുണ്ട്, യഹോവ എൻ്റെ സങ്കേതവും ബലവും, എൻ്റെ സങ്കേതം, എൻ്റെ ബലം. ദാവീദിന് ഒരു റെവറൻഷ്യൽ ഫിയർ ദൈവത്തോടുണ്ടായിരുന്നു എന്ന് നമുക്കവിടെ ശ്രദ്ധിക്കാം. 51-ാം സങ്കീർത്തനം നമുക്കറിയാം, ദാവീദിൻ്റെ ജീവിതത്തിലെ പാപം ബോധ്യം വന്നപ്പോൾ തൻ്റെ അനുതാപത്തിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ദൈവമായിട്ടുള്ള ബന്ധം എത്രമാത്രം ആഗ്രഹിച്ചു എന്നുള്ളത് നമുക്കവിടെ ശ്രദ്ധിക്കാവുന്നതാണ്. യോശിയാവിൻ്റെ ജീവിതത്തിലും നന്നാ ചെറുപ്പത്തിലെ യോശിയാവ് ദൈവത്തെ അന്വേഷിക്കുകയും ദൈവിക മാർഗങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എത്രയോ ശ്രേഷ്ഠമായ കാര്യം, അല്ലേ? 2, റിലീജിയസ് റിഫോംസ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ആരാധനയ്ക്കും ദൈവിക കൽപ്പനകൾക്കും എത്രമാത്രം പ്രാധാന്യം കൊടുത്തു എന്ന് ദാവീദിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് വായിക്കാവുന്നതാണ്. തൻ്റെ ജീവിതത്തിൽ ഒരു ദൈവാലയം പണിയണമെന്ന് താൻ വളരെ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്തു. അതും ദാവീദിൻ്റെ ദൈവവുമായിട്ടുള്ള സ്നേഹത്തെ കാണിക്കുന്നു. 2 ശമൂവേൽ 6-ാം അധ്യായത്തിൽ പെട്ടകം കൊണ്ടുവരുന്ന സമയത്ത് തന്നെത്താൻ മറന്ന് നൃത്തം ചെയ്ത ഒരു ദാവീദ് രാജാവ്. പ്രിയമുള്ളവരെ, യോശിയാവിൻ്റെ ജീവിതത്തിലും താൻ അനേക റിലീജിയസ് റിഫോംസ് കൊണ്ടുവന്നതായിട്ട് കാണാം. വിഗ്രഹാരാധന മാറ്റി, പെസഹ ആചരിച്ചു. ഇതാ മറ്റനേക കാര്യങ്ങൾ നമുക്ക് യോശിയാവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പഠിക്കാവുന്നതാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക്
ദാവീദിൻ്റെ വഴിയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.